പക്ഷേ കോൺഗ്രസ് അതിശക്തമായിട്ട് അജയ് റായ് അവിടുത്തെ അവരുടെ PCC അധ്യക്ഷൻ അജയ് റായ് അതിശക്തമായിട്ട് വന്ന് ഇതിനെ എതിർത്തു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകണം. എന്താണെന്നറിയോ, ഇത് RSS BJP പീപ്പിളാണ് ഇതിനകത്തെല്ലാം ഉള്ളത് എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ആരോപണമാണെങ്കിലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്താണെന്നറിയോ, അതിനകത്ത് അദ്ദേഹം തെളിവ് പറയേണ്ട ആരാണ് ഈ ട്രസ്റ്റിൻ്റെ തലവൻ. ട്രസ്റ്റിൻ്റെ തലവൻ എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹം നൃപേന്ദ്ര സിംഗ് അല്ലെ, നൃപേന്ദ്ര മിശ്ര, നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട്, അത് അദ്ദേഹം തന്നെയല്ലേ ആവോ, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് 5.5 വർഷം സേവനമനുഷ്ഠിച്ച ആളെയാണ് അദ്ദേഹം ഇതിൻ്റെ ട്രസ്റ്റ് സെക്രട്ടറി ആക്കിയിരിക്കുന്നതെന്നാണ്, ട്രസ്റ്റിൻ്റെ ചുമതലക്കാരനാക്കിയിരിക്കുന്നത്, തലപ്പത്ത് ഇരുത്തിയിരിക്കുന്നതെന്നാണ് പിന്നെ നമ്മുടെ UP കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് പറയുന്നത്. എന്ന് വെച്ചാൽ അത് സ്വാഭാവികമാണ്. BJPയുടെയും RSSൻ്റെയും ദീർഘകാലം നീണ്ട രാഷ്ട്രീയ സമരങ്ങളുടെയും മറ്റും ഒടുവിൽ ഈ പറയുന്ന നിയമപരമായിട്ടുള്ള സംഗതികൾക്കൊടുവിലാണ് ഈ ക്ഷേത്രം ഉണ്ടായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. BJP ആണ്, RSS ആണ് അതിൻ്റെ പിന്നിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നതെന്ന് അവർ വളരെ വലിയ അവകാശവാദത്തോടെ പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ട്രസ്റ്റിൻ്റെ തലപ്പത്തേക്ക് വന്നതെല്ലാം BJPയുടെയും RSSൻ്റെ ആളുകളാണെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. നേരിട്ട് പ്രധാനമന്ത്രിയുടെയും അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലീഡർഷിപ്പിൻ്റെ മേൽനോട്ടത്തിലാണെന്ന കാര്യത്തിലും സംശയിക്കേണ്ട കാര്യമില്ല. അജയ് റായ് പറയുന്നതിനെ തള്ളിക്കളയേണ്ടതില്ല. അപ്പോൾ അവരുടെ ആളുകൾ ഇരിക്കുമ്പോഴാണ് ഇത് നടന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 100 കോടിയുടെ തട്ടിപ്പുണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അഖിലേഷ് യാദവ് അത്ര തുക പറഞ്ഞിട്ടില്ല, നമുക്കറിയില്ല. ഇത്രക്ക് സുപ്രധാനമായിട്ട് അവർ കണക്കാക്കുന്ന, എന്ന് വെച്ചാൽ രാമൻ ജനിച്ചിരിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്ന ഒരു പ്രദേശത്തെ വലിയ നിയമലംഘന പോരാട്ടങ്ങൾക്കൊടുവിൽ വന്ന ഒരു ക്ഷേത്രം വെച്ചിട്ട് തട്ടിപ്പ് നടത്തണമെങ്കിൽ ഈ മനുഷ്യർ എമ്മാതിരി മനുഷ്യരായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. നടത്തിയ ആരായാലും എമ്മാതിരി മനുഷ്യരായിരിക്കും, എന്ത് തരം വിശ്വാസമാണ് അവർക്കുണ്ട് എന്ന് നമ്മൾ കണക്കാക്കേണ്ടത്. ഇവരാണ് വിശ്വാസ സംരക്ഷകരാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെയും ഈ തട്ടിപ്പ് നടത്തി പണവും സ്വർണവും ഒക്കെ അതും മനുഷ്യർ സംഭാവനയായിട്ട് അർപ്പിച്ചാണെന്ന് ഓർക്കണം. വിശ്വാസത്തിൻ്റെ പേരിൽ അവരവരുടെ കയ്യിൽ നിന്ന് സംഭാവനയായിട്ട് ചെറുതും വലുതും വളരെ വലുതുമായിട്ട് അർപ്പിച്ച സംഗതികളിൽ തട്ടിപ്പ് നടത്തണമെങ്കിൽ അവരെന്തുമാത്രം അമ്പലക്കള്ളന്മാരായിരിക്കും. എന്നിട്ട് അവർ ഈ BJPക്കാരും RSSകാരെയും മുഴുവൻ പേരെയല്ല നമ്മളിത് പറയുന്നത്. പക്ഷേ ഈ തട്ടിപ്പ് നടത്തിയ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യർ സ്വാഭാവികമായിട്ടും ഈ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്ത ആളുകൾ അവരും ഉണ്ടാവില്ലേ? എങ്ങനെയാണ് മനുഷ്യർക്ക് ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ പറ്റുക അത്ഭുതപ്പെടുക എന്നല്ലാതെ എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ UP സർക്കാർ ഒരു SIT നിർത്തിയിരിക്കുകയാണ്, SIT വെച്ചിരിക്കുകയാണ്. SIT ആണ് ഇപ്പോൾ ഈ ട്രസ്റ്റിനെ അപ്പാടെ മാറ്റണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയും ഇതിൻ്റെ ഗൗരവം കണക്കിലെടുത്തിട്ട് റിപ്പോർട്ടോ മറ്റോ തേടിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ UP സർക്കാരും കേന്ദ്ര സർക്കാർ തന്നെയും വേണ്ട രീതിയിൽ ഇടപെട്ടിട്ട് ഈ ഇതിനകം ഉണ്ടായിരിക്കുന്ന നാണക്കേട് മാറ്റിയിട്ട് ഈ തട്ടിപ്പ് നടത്തിയ ആളുകളെ ശിക്ഷിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിനകം ഉണ്ടായിരിക്കുന്ന ഈ കാര്യം സത്യത്തിൽ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. അതായത് മനുഷ്യൻ്റെ ആർത്തി ഏത് തരത്തിൽ എത്രത്തോളം വലുതാകും, അതേത് തരം അങ്ങേയറ്റം പരിശുദ്ധമെന്ന് അവർ തന്നെയും കണക്കാക്കുന്നതായിട്ട് അവർ പറയുന്ന, അതിനുവേണ്ടി സമരം പോലും ചെയ്യാമെന്ന് പറയുന്ന, അതിനുവേണ്ടി നിയമലംഘനം പോലും നടത്താം എന്ന് പറയുന്ന ഈ സംഗതി വെച്ചിട്ട് ഇവർ എത്രമാത്രം വലിയ തട്ടിപ്പ് ഈ മനുഷ്യർ നടത്തും എന്ന് മനസ്സിലാക്കാൻ ഉതകുന്നൊരു കാര്യമായിട്ട് കൂടെ നമ്മളിൽ ചിലരിത് കാണുകയാണല്ലേ.